ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനം. വലിയ നോമ്പിന്റെ 39ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യൂറോപ്പിലെ പ്രശസ്തമായ ഒരു രാജകുടുംബമായിരുന്നു ഹാബ്സ്ബർഗ്. ഈ കുടുംബത്തിലെ മഹാനായ രാജാവ് ഒരിക്കൽ മരണപ്പെട്ടു. ഇവരുടെ ഇടയിൽ വിചിത്രമായ ഒരു ആചാരമുണ്ടായിരുന്നു. രാജാവ് മരിക്കുമ്പോൾ മൃതദേഹം വിലാപയാത്രയായി സംസ്കാര ശുശ്രൂഷയ്ക്കായി വീറ്റ്നയിലെ കത്തീഡ്രലിന് മുമ്പിൽ കൊണ്ടുവരും. അപ്പോൾ ചാപ്പലിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരിക്കും. വിലാപയാത്രയുടെ മുമ്പിൽ നിൽക്കുന്നയാൾ വാതിലിലൊന്ന് മുട്ടും. അകത്തുനിന്ന് ഒരു പുരോഹിതൻ ചോദിക്കും, നിങ്ങൾ ആരാണ്? ഉത്തരം എങ്ങനെയാണ്? മഹാനായ ചക്രവർത്തി. വാതിൽ തുറക്കുകയില്ല. വീണ്ടും മുട്ടും, ആരാണ് നിങ്ങൾ? ഇതൊരു രാജാവാണ്. എന്നാലും വാതിൽ തുറക്കില്ല. മൂന്നാമതും വാതിലിൽ മുട്ടും, ആരാണ്? പാപിയാണ്. അപ്പോൾ വാതിൽ മലർക്കെ തുറക്കും. ഒരു ആചാരമാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, സ്വന്തം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്കും അവിടെ രക്ഷയില്ല. മറിച്ച് തനിക്ക് യോഗ്യതയില്ല എന്ന തിരിച്ചറിവാണ് ഒരുവനെ തിരഞ്ഞെടുക്കുന്നത്. രക്ഷയുടെ വാതിൽ തുറക്കുന്നത് പാപിയുടെ മുമ്പിലാണ്. ഒരു ചൊല്ലിങ്ങനെയുണ്ട്, രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ദൈവം അർഹതയില്ലാത്തവരെ കണ്ടെത്തും, കാരണം അവനെ കൂടുതൽ എളിമപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം കുറവുകളെ തിരിച്ചറിയുക. മറ്റുള്ളവരുടെ നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മുടെ 3 വിരലുകൾ നമ്മുടെ നേരെ തന്നെയാണ് എന്നൊരു ഓർമ്മ നമുക്കുണ്ടാകണം. ഈ നോമ്പിന്റെ അവസാനം നല്ലൊരു തീരുമാനമെടുക്കുവാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ആ ദൈവത്തോട് നന്ദി പറയാം. ഞങ്ങളെ അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ പ്രഭാതം വരെയും കൃപയുടെ തണലിൽ ഞങ്ങളെ സൂക്ഷിച്ച പരമപിതാവേ, ജീവിതത്തിൻ്റെ ഈ പകലിൻ്റെ അലച്ചിലുകളിലും ഓട്ടപ്രദക്ഷിണങ്ങളിലും സ്വസ്ഥമായി ജീവിക്കുവാനും അവിടുന്ന് കരുണ തോന്നണമേ. ദൈവമേ, കൃപയുടെ തണലിൽ ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്നല്ലോ. ഞങ്ങളുടെ ബലഹീനതകളെ ഒന്നും അവിടുന്ന് ഓർക്കരുതേ ദൈവമേ. ആഴമേറിയ കരുണയിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു. നൽകിയ എല്ലാ നന്മകൾക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.